ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഒരു രാശിയിൽ 3 ഗ്രഹങ്ങൾ നിന്നാൽ ഉണ്ടാകുന്ന ഫലങ്ങളാണ് പറയുന്നത്. ജ്യോതിഷ വിഷയങ്ങളോട് താല്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. സൂര്യനും ചന്ദ്രനും ചൊവ്വയും ഒരു രാശിയിൽ ഗ്രഹനിലയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ജാതകൻ വംശനാശം ചെയ്യുന്നവനായും ധനികനായും മര്യാദയുള്ളവനും ആയിരിക്കും. സൂര്യനും ചന്ദ്രനും ബുധനും കൂടി ഒരു രാശിയിൽ യോഗം ചെയ്ത് നിന്നാൽ ജാതകൻ രാജതുല്യനും വിദ്വാനും ആയിരിക്കുന്നതാണ്. സൂര്യനും ചന്ദ്രനും വ്യാഴവും കൂടി യോഗം ചെയ്ത് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ ഗുണവാനും വിദ്വാനും രാജപ്രിയനും, രാജപ്രിയൻ എന്ന് വന്നാൽ സർക്കാർ ജോലി ഉള്ളവൻ എന്നുമാകാം, ധനവാനും ദീർഘായുസ് ഉള്ളവനും ആയിരിക്കും. സൂര്യനും ചന്ദ്രനും ശുക്രനും കൂടി ഒരു രാശിയിൽ യോഗം ചെയ്ത് നിൽക്കുമ്പോൾ ജാതകൻ അന്യ സ്ത്രീകളോട് ആസക്തിയുള്ളവനും വിടനായും ശത്രുക്കളെ ഭയപ്പെടുന്നവനായും കഠിന ഹൃദയനും ആയിരിക്കും. സൂര്യനും ചന്ദ്രനും ശനിയും ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജാതകൻ ദുർബുദ്ധിയായും വാദപ്രതിവാദങ്ങളോട് ഇഷ്ടമുള്ളവനായും വിദേശ സഞ്ചാരിയും നിർബന്ധ സ്വഭാവക്കാരനും വിവാദശീലനും ആയിരിക്കും. സൂര്യനും ചൊവ്വയും ബുധനും കൂടി ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ ഒരു ദരിദ്രനും ഭാര്യയും സന്താനങ്ങളും ഉള്ളവനും ആയിരിക്കുന്നതാണ്. സൂര്യനും ചൊവ്വയും വ്യാഴവും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനും രാജപദവിക്ക് തുല്യമായ ജീവിതം നയിക്കുന്നവനും രതിലോലനും ആയിരിക്കും. സൂര്യനും ചൊവ്വയും ശുക്രനും ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ തൻ്റെ കുലത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ നായകനായിരിക്കും. ഇഷ്ടം പോലെ ധനമുള്ളവനും ആയിരിക്കുന്നതാണ്. കുലശ്രേഷ്ഠനും സുഖാനുഭവങ്ങൾക്ക് യോഗമുള്ളവനും കണ്ണിന് എന്തെങ്കിലും രോഗം ബാധിക്കുന്നവനും ആയിരിക്കും. സൂര്യനും ചൊവ്വയും ശനിയും കൂടി ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ ബന്ധുബലം ഇല്ലാത്തവനും ധനമുള്ളവനും കാര്യം കാണാൻ ആരുടെ മുന്നിലും താഴാനും കാലുപിടിക്കാനും മടിയില്ലാത്തവനും ബന്ധുക്കൾ ഇല്ലാത്തവനും മൂർഖനും ദീനമായ വാക്കുകൾ പറയുന്നവനും ആയിരിക്കും. സൂര്യനും ബുധനും വ്യാഴവും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ബുദ്ധി സാമർഥ്യമുള്ളവനും വിദ്യയും കീർത്തിയും ധനവും ഉള്ളവനും പ്രതാപമുള്ളവനും ആയിരിക്കും. സൂര്യനും ബുധനും ശുക്രനും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ വിദ്യയാൽ കീർത്തിക്കപ്പെടുന്നവനും ധനവും സൗന്ദര്യവും സൗഖ്യവും ഉള്ളവനും രൂപവതിയായ ഭാര്യ ഉള്ളവനും ദേഹത്തിന് മാർദ്ദവമുള്ളവനും സുഖമുള്ളവനും ആയിരിക്കും. സൂര്യനും ബുധനും ശനിയും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ ബന്ധുക്കൾ ഇല്ലാത്തവനും ധനനാശം സംഭവിക്കുന്നവനും ഭയമുള്ളവനും ദരിദ്രനും എല്ലാവരെയും ദ്വേഷിക്കുന്നവനും ദുരാചാരങ്ങൾ പാലിക്കുന്നവനും ആയിരിക്കും. സൂര്യനും വ്യാഴവും ശുക്രനും കൂടി ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ നീതിശാസ്ത്രത്തിൽ പാണ്ഡിത്യമുള്ളവനും നിയമം കൈകാര്യം ചെയ്യുന്നവനും ധനവാനും നല്ല ഭാര്യയും പുത്രന്മാരും ഉള്ളവനും കണ്ണിന് എന്തെങ്കിലും രോഗമുള്ളവനും ആയിരിക്കുന്നതാണ്. സൂര്യനും വ്യാഴവും ശനിയും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ദുഷ്കീർത്തിയുള്ളവനും അഭിമാനിയും അഹങ്കാരിയും പുരത്തിൻ്റെയോ ഗ്രാമങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ നാഥനും ആജ്ഞാശക്തിയും പ്രതാപവും ഉള്ളവനും ആയിരിക്കും. ചന്ദ്രനും ചൊവ്വയും ബുധനും ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ ഒരു പാപശീലനും ഭക്ഷണപ്രിയനും ദ്വേഷബുദ്ധിയുള്ളവനും ആയിരിക്കും. ചന്ദ്രനും ചൊവ്വയും വ്യാഴവും ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ ധനമുള്ളവനും സുന്ദരനും കീർത്തിയുള്ളവനും വാക്കുകൾ കേട്ടാൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നവനും കാമിയും ആയിരിക്കും. ചന്ദ്രനും ചൊവ്വയും ശുക്രനും കൂടി ഒരുമിച്ച്
ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ ശീല ഗുണങ്ങൾ ഒന്നും ഇല്ലാത്തവനും കണ്ണിന് തീരെ ഭംഗിയില്ലാത്തവനും സഞ്ചാരപ്രിയനും അന്യ സ്ത്രീകളിൽ ആസക്തി ഉള്ളവനും തേജസ്സും സൗന്ദര്യവും ഉള്ളവനും ആയിരിക്കുന്നതാണ്. ചന്ദ്രനും ചൊവ്വയും ശനിയും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ മനസ്സിന് സ്ഥിരതയില്ലാത്തവനും മാതാവിനെ ദ്വേഷിക്കുന്നവനും ഉപദ്രവിക്കുന്നവനും കൊല്ലുന്നവനും സന്താനങ്ങൾ കുറവുള്ളവനും ആയിരിക്കും. ചന്ദ്രനും ബുധനും വ്യാഴവും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ വളരെയധികം ധനമുള്ളവനും പ്രസിദ്ധിയുള്ളവനും സർക്കാർ ജോലിയുള്ളവനും ആയിരിക്കും. ചന്ദ്രനും ബുധനും ശുക്രനും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ വളരെ വലിയ വിദ്വാനും കവിയും കലാപ്രേമിയും സൗന്ദര്യമുള്ളവനും നീചകർമ്മങ്ങൾ ചെയ്യുന്നവനും ആശ്രയിക്കപ്പെടുവാൻ യോഗ്യനും ആയിരിക്കുന്നതാണ്. ചന്ദ്രനും ബുധനും ശനിയും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ ദാനശീലം ഉള്ളവനും രാജപൂജിതനും, അതായത് സർക്കാർ ജോലി ഉള്ളവനും ഗുണവാനും നീതിശാസ്ത്രങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ളവനും നിയമജ്ഞനും ആയിരിക്കും. ചന്ദ്രനും വ്യാഴവും ശുക്രനും കൂടി ഒരു രാശിയിൽ ഒരുമിച്ച് നിന്നാൽ ജാതകൻ നല്ല വിദ്വാനായിരിക്കുന്നവനും സജ്ജനങ്ങളെ ബഹുമാനിക്കുന്നവനും കലാവിദ്യകളിൽ അറിവുള്ളവനും സമ്പന്നനും ശ്രേയസ്സുള്ളവനും ദീർഘായുസുള്ളവനും ആയിരിക്കും. ചന്ദ്രനും വ്യാഴവും ശനിയും കൂടി ഒരു രാശിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ശാസ്ത്രങ്ങളിൽ അറിവുള്ളവനും നിയമജ്ഞാനമുള്ളവനും രാജതുല്യമായ പദവിയുള്ളവനും വൃദ്ധ സ്ത്രീരതിയോട് പ്രിയമുള്ളവനും ആയിരിക്കും. ചന്ദ്രനും ശുക്രനും ശനിയും കൂടി ഒരു രാശിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ അഗാധമായ പാണ്ഡിത്യമുള്ളവനും ആചാര്യനും നീതിശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവനും നല്ല സൗന്ദര്യമുള്ളവനും വേദജ്ഞാനമുള്ളവനും ആയിരിക്കും. ചൊവ്വയും ബുധനും വ്യാഴവും ഒരുമിച്ച് നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ഗായകനും വേദശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും അറിവുള്ളവനും കാവ്യ നാടകങ്ങളിലും അലങ്കാരങ്ങളിലും അറിവുള്ളവനും വിദ്വാനും ധനികനും സർക്കാർ സേവകനും ആയിരിക്കും. ചൊവ്വയും ബുധനും ശുക്രനും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ തൻ്റെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവനും അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാത്തവനും ഏതെങ്കിലും ഒരു അവയവത്തിന് വൈകല്യമുള്ളവനും ദുഷിച്ച കുലത്തിന് ചേരുന്ന പ്രവൃത്തി ചെയ്യുന്നവനും ആയിരിക്കും. ചൊവ്വയും ബുധനും ശനിയും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ഭൃത്യ സ്വഭാവമുള്ളവനും നേത്രരോഗമുള്ളവനും സഞ്ചാരിയും വിദ്യാഹീനനും ആയിരിക്കും. ചൊവ്വയും വ്യാഴവും ശുക്രനും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ സർക്കാർ ജോലിയുള്ളവനും യോഗശാലിയും ധനവും സൗഭാഗ്യങ്ങളും ഉള്ളവനും നല്ല പുത്രന്മാർ ഉള്ളവനും സുഖമുള്ളവനും ആയിരിക്കും. ചൊവ്വയും വ്യാഴവും ശനിയും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ ഇടയ്ക്കിടെ രോഗം വരുന്നവനും ക്ഷീണിച്ച ശരീരത്തോടു കൂടിയവനും വളരെ അഭിമാനമുള്ളവനും കീർത്തിയും ഐശ്വര്യവും ഉള്ളവനും ആയിരിക്കും. ചൊവ്വയും ശുക്രനും ശനിയും കൂടി ഒരു രാശിയിൽ ഒരുമിച്ച് നിന്നാൽ ജാതകൻ പുത്രന്മാർ ഇല്ലാത്തവനും അഥവാ ഉണ്ടായാൽ തന്നെ വാർദ്ധക്യത്തിൽ ഒരു സന്താനമുണ്ടാകുന്നവനും വിദേശ സഞ്ചാരിയും ആയിരിക്കും. ബുധനും വ്യാഴവും ശുക്രനും കൂടി ഒരു രാശിയിൽ ഒരുമിച്ച് നിന്നാൽ ജാതകൻ ശത്രുക്കളെ ജയിക്കുന്നവനും വിദ്വാനും ധനികനും കീർത്തിയും പ്രതാപവും ഉള്ളവനും ആയിരിക്കും. ബുധനും വ്യാഴവും ശനിയും കൂടി ഒരു രാശിയിൽ ഒരുമിച്ച് നിന്നാൽ ജാതകൻ വളരെ സുഖവും കീർത്തിയും ധനവും അധികാരമുള്ള പദവിയും ധർമ്മനിരതനും വിദ്യ അഭിവൃദ്ധി ഉള്ളവനും രതിലോലനും സ്വന്തം ഭാര്യയിൽ മാത്രം ഇഷ്ടമുള്ളവനും പരസ്ത്രീകളോട് ആസക്തിയില്ലാത്തവനും ഐശ്വര്യമുള്ളവനും ആയിരിക്കും. ബുധനും ശുക്രനും ശനിയും ചേർന്ന് ഒരു രാശിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ അന്യ സ്ത്രീകളോട് ആസക്തിയുള്ളവനും നുണ പറയുന്നവനും ഒരു ദുഷ്ടനും ആയിരിക്കും.
വ്യാഴവും ശുക്രനും ശനിയും കൂടി ഒരു രാശിയിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ നല്ല സ്വഭാവത്തിനും ഉടമയും പ്രസിദ്ധിയുള്ളവനും വിദ്യ, വിനയം, സമ്പത്ത് എന്നിവ ഉള്ളവനും സൽബുദ്ധിയുള്ളവനും സുഖമുള്ളവനും ആയിരിക്കും. ചന്ദ്രൻ പാപഗ്രഹത്തോട് ചേർന്നാൽ ജാതകനും സൂര്യൻ പാപഗ്രഹത്തോട് ചേർന്നാൽ ജാതകന്റെ പിതാവിനും ഒരിക്കലും ദേഹസുഖം ലഭിക്കുകയില്ല. ജനന സമയത്തെ ഗ്രഹനിലയിൽ 3 ഗ്രഹങ്ങൾ അതായത് ത്രിഗ്രഹ യോഗമുണ്ടായാൽ ജാതകന് അനുഭവമാകുന്ന ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് 9625232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.